ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി നോക്കാം. അതിലേക്കായിട്ട് 600 ഗ്രാം ഉരുളക്കിഴങ്ങ് നന്നാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കൂടാതെ 4 ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും നന്നാക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് പാത്രം നമുക്ക് മൂടി കൊടുക്കാം. ഇതിലേക്കായിട്ട് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതേപോലെ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക്, കൊച്ചുള്ളി, കറിവേപ്പില താളിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കറി റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കണേ, അഭിപ്രായം അറിയിക്കണേ.